റോമിൽ നിന്ന് ഈ തിരിശേഷിപ്പ് കൊടുത്തു വിട്ടതിന് ശേഷം അവിടെ ശേഷിച്ചിരുന്ന ചില എല്ലിൻ്റെ പൊടികളൊക്കെ ആവശ്യപ്പെട്ടവർക്ക് വീണ്ടും കൊടുത്തു തുടങ്ങി. അപ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് ലിറ്റർജി, ആരാധനയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള കോൺഗ്രിഗേഷൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവരതൊരു പരീക്ഷണാർത്ഥം ശ്രദ്ധിച്ചു തുടങ്ങി. ഈ എല്ലിൻ്റെ പൊടികൾ കൊടുത്തു വിടുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇരട്ടിച്ചുകൊണ്ടിരിക്കുക, തീരുന്നില്ല. അതുപോലെ തന്നെ റോമിലുള്ള മറ്റൊരു രക്തസാക്ഷിയുടെ ഇതേപോലെ എല്ലിൻ്റെ പൊടികൾ കൊടുത്തത് തീർന്നു. ഫിലോമിനയുടേത് മാത്രം അതുപോലെ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പലവിധ അത്ഭുതങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പര സംഭവിക്കുമ്പോൾ റോം വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രദ്ധിച്ചു തുടങ്ങി. സഭയുടെ ചരിത്രത്തിൽ അനവധി മാർപ്പാപ്പമാർ വിശുദ്ധ ഫിലോമിനയുടെ വലിയ ഭക്തരാണ്. ഒരുപാട് വിശുദ്ധർ, നിസ്സാരക്കാരായിട്ടുള്ളവരല്ല, വിശുദ്ധരായിട്ടുള്ളവർ, സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അങ്ങനെ ഒത്തിരി പേർ വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തി അവരുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറി അവർ അത് തുടർന്നു. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധരാണ് ആർസിലെ വിശുദ്ധനായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനി. വിശുദ്ധ ജോൺ മരിയ വിയാനി അവിടെ ഒരു പ്രത്യേകമായ ചാപ്പൽ സ്ഥാപിക്കുകയും ഈ വിശുദ്ധയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുകയും അവിടെ അദ്ദേഹം പറയുക, വന്ന എല്ലാവരോടും വിശുദ്ധ ഫിലോമിനയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹം നേടുക എന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയാം. അദ്ദേഹത്തിൻ്റെ വലിയ രോഗാവസ്ഥയിലൊക്കെ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥത തേടുന്നത്. പനി പിടിച്ച് അദ്ദേഹത്തിന് അന്ത്യകൂദാശ വരെ കൊടുത്ത സംഭവമുണ്ട്. മലമ്പനി പിടിച്ച് അദ്ദേഹം വലിയ ന്യൂമോണിയൊക്കെ പിടിച്ച അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് അന്ത്യകൂദാശ നൽകാൻ വന്ന വൈദികനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് വിശുദ്ധ ഫിലോമിനയുടെ ചാപ്പലിൽ പോയി എനിക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കുക. അദ്ദേഹം അവിടെ നിന്ന് രോഗവിമുക്തനാകുകയാണ്. അവിടെ നടന്ന അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങളാണ്. തളർന്നു കിടന്ന കുട്ടി ഈ വിശുദ്ധൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ ഫിലോമിനയുടെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഭയങ്കര വികാര വിക്ഷോഭത്തോടു കൂടി ഈ കാരണവന്മാർ അവിടെ നിന്ന് കസേരയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിക്കൂടുകയാണ്. അതെല്ലാം വളരെ ഇൻസ്റ്റൻ്റായി അപ്പോൾ തന്നെ നടക്കുന്ന അത്ഭുതങ്ങളായി. എങ്കിലും വിശുദ്ധ ഫിലോമിനയുടെ ചരിത്രം ആർക്കും ലഭിക്കാതെ ഇങ്ങനെ അവശേഷിക്കുകയാണ്. ചരിത്രമില്ലാതെ എങ്ങനെ ഒരാളെ വിശുദ്ധയായിട്ട് പൂർണ്ണമായും പ്രഖ്യാപിക്കും? ജനത്തിൻ്റെ വിശ്വാസവും അനുഭവവും അവിടെ നിൽക്കുമ്പോൾ തന്നെ. അങ്ങനെ പരസ്പരം അറിയാത്ത 3 വ്യക്തികളിലേക്ക് സ്വകാര്യ വെളിപാടിലൂടെ വിശുദ്ധ ഫിലോമിനയുടെ ചരിത്രം ഈ വിശുദ്ധ തന്നെ വെളിപ്പെടുത്തുകയാണ്. അതിലൊന്ന് ഒരു ഡൊമിനിക്കൻ സന്യാസിനിയും മറ്റൊന്നൊരു വൈദികനും വേറെ ഒരു സാധാരണ കർഷകനുമാണ്. ഇവർ 3 പേരും പരസ്പരം ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളല്ല. എങ്കിലും ഇവർക്ക് 3 പേർക്കും ഒരേ ചരിത്രം ഈ വിശുദ്ധ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ ഏറെ സ്വീകാര്യമായത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന ഒരു സിസ്റ്ററിന് ലഭിച്ച വെളിപാടാണ്. വാഴ്ത്തപ്പെട്ട മദർ ലൂസിയ. ഈ സിസ്റ്റർ ഒരു ഡൊമിനിക്കൻ സിസ്റ്ററായിരുന്നു. മാർപ്പാപ്പയുമായി നേരിട്ട് പരിചയമുള്ള ഒരു സന്യാസിനിയാണ്. എല്ലാ ദിവസവും ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ഒരു മുറിയിലേക്ക് വരുമ്പോൾ വിശുദ്ധ ഫിലോമിനയുടെ ഒരു ചെറിയ രൂപം ഈ സന്യാസിനിയുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ ഫിലോമിന ഈ സന്യാസിനിയോട് സംസാരിച്ചു തുടങ്ങി. തനിക്ക് എന്തെങ്കിലും ചിത്തഭ്രമമാണോ, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഈ സന്യാസിനി വല്ലാതെ പരിഭ്രമിക്കുകയാണ്. വിശുദ്ധ ഫിലോമിന ഈ സന്യാസിനിക്ക് തൻ്റെ ചരിത്രം വെളിപ്പെടുത്തി തുടങ്ങി. ഗ്രീസിലുള്ള കലിസ്റ്റോസ് എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകളാണ് താനെന്നും തൻ്റെ അമ്മയും ഒരു രാജകുടുംബത്തിൽ തന്നെ പിറന്ന ആളാണെന്നും വിശുദ്ധ ഫിലോമിന വെളിപ്പെടുത്തി കൊടുത്തു. ഈ രാജാവിന് മക്കളില്ലാതെ സങ്കടപ്പെടുമ്പോൾ രാജകൊട്ടാരത്തിൽ റോമിൽ നിന്നുള്ള ഒരു വൈദ്യൻ വരികയും അദ്ദേഹം ഇവരോട് ഈശോയെക്കുറിച്ച് പറയുകയും ക്രിസ്തുമതം സ്വീകരിച്ചാൽ
ഈശോയെ ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യമായും മക്കളുണ്ടാവുമെന്ന് പറയും. അങ്ങനെ ഇവർ ക്രിസ്ത്യാനികളായി തീരുകയും വിശുദ്ധ ഫിലോമിന ജനിക്കുമ്പോൾ ലൂമിന എന്നാണ് അവർ പേരിട്ടത്, പ്രകാശം. പിന്നെ ജ്ഞാനസ്നാനത്തിൽ ഫിലൂമിന എന്നുള്ള പേര് പ്രകാശത്തിൻ്റെ പുത്രി എന്നാണ് അർത്ഥം. ഈശോ പ്രകാശമായിരിക്കെ ആ പ്രകാശമായവൻ്റെ മകള് തന്നെയായി പിൽക്കാലത്ത് അവൾ പ്രശോഭിക്കുമെന്ന് ഒരുപക്ഷെ അവരുടെ ബോധതലങ്ങളിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്താണെങ്കിലും വിശുദ്ധ ഫിലോമിന ഈ കൊട്ടാരത്തിൽ 13 വർഷക്കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ നാട്ടുരാജ്യത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുവാനായി ഡയക്ലീഷ്യൻ ചക്രവർത്തിയെ കണ്ട് സൈനിക സഹായം അഭ്യർത്ഥിക്കുന്നതിനായി ഈ രാജാവ് റോമിലേക്ക് പോവുകയാണ്, രാജാവും രാജ്ഞിയും. ഒപ്പം ഈ 13 വയസ്സുകാരിയായ സുന്ദരിയായ ഫിലോമിനയും കൂടെ കൊണ്ടുപോവുക. അത് എവിടെ യാത്രയ്ക്ക് പോയാലും ഈ മകളെയും കൂടി കൊണ്ടുപോകുന്ന വലിയൊരു സ്നേഹം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്താണെങ്കിലും റോമിലെത്തി അവരുടെ ആവശ്യം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് പറയുമ്പോൾ ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പായിക്കുക ഫിലോമിനയുടെ സൗന്ദര്യത്തിലേക്കാണ്. അദ്ദേഹം ഇവർ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിൽ സൈന്യമോ എന്താണെങ്കിലും ഞാൻ തരാം, പകരം ഈ പെൺകുട്ടിയെ എനിക്ക് സ്വന്തമായി തരണം. ഒരു ശുദ്ധമല്ലാത്ത ജീവിതത്തിലേക്ക്. വിശുദ്ധ ഫിലോമിനയെ സംബന്ധിച്ചിടത്തോളം അവൾ തൻ്റെ ജീവിതം ഈശോയ്ക്ക്, അവളുടെ കന്യകാത്വം ഈശോയ്ക്ക് വേണ്ടി നൽകുന്നതിനായി നേർച്ച നേർന്നവളായിരുന്നു. പ്രിയപ്പെട്ടവരെ, 13 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം രാജ്യം, അവരുടെ ജനങ്ങൾ, അവരുടെ സംരക്ഷണം ഇതെല്ലാം ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഒരു സാമന്ത രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യമാരിൽ ഒരാളായി തൻ്റെ മകളും മാറുന്നു എന്നുള്ളത് അവരുടെ രാജ്യത്തിന് തന്നെ വലിയ ഒരു സഹായമായി തീരും. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഈ രാജാവ് ഇതിന് സമ്മതം മൂളുക. എന്നാൽ ഇവളെ സ്നേഹത്തോടും ശാസനയോടും യാചനയോടും ഒക്കെ ഈ രാജാവും രാജ്ഞിയും സമീപിച്ചിട്ടും ഇവളിതിന് വഴങ്ങുന്നില്ല. കാരണം എനിക്ക് ഈ രാജ്യത്തെക്കാളും രാജ്യത്തിൻ്റെ സുസ്ഥിതിയെയും ജനത്തെക്കാളും ഒക്കെ പ്രധാനപ്പെട്ടത് എൻ്റെ ഈശോയാണ് എന്ന് ഈ 13 വയസ്സുകാരി പറയാം. മകളെ, നിനക്ക് വളരെ ചെറിയ പ്രായമാണ്, നീ ഇത്രയും വലിയൊരു തീരുമാനമൊന്നും എടുക്കാനായിട്ടില്ല എന്ന് അപ്പനും അമ്മയും മാറി മാറി പറഞ്ഞെങ്കിലും ഇതൊന്നും ഗവനിക്കാതെ വിശുദ്ധ ഫിലോമിന ഉറച്ചു നിന്നു. പിന്നീട് രാജസദസ്സിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ രാജാവിന് ഈ ചെറിയ പെൺകുട്ടി രാജാവിനെ അപമാനിച്ചതുപോലെ തോന്നുകയും അവളെ കാരാഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് കാരാഗൃഹത്തിൽ വന്ന് അപ്പനും അമ്മയൊക്കെ യാചിക്കുന്നുണ്ട് അവളുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി. നീണ്ട 37 ദിവസങ്ങൾ കാരാഗൃഹത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അവിടെ അവൾക്ക് ഇടയ്ക്കോ മറ്റോ കുറച്ച് റൊട്ടി കഷ്ണങ്ങളും വെള്ളവും കൊടുത്തുവെന്ന് അവൾ തന്നെ വെളിപ്പെടുത്തിയ പരിശുദ്ധ അമ്മ ആ തടവറയിലേക്ക് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഈശോ അവളെ ആശ്വസിപ്പിക്കാനായി എത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, മകളെ, നിൻ്റെ ഈ തടവറവാസം, നിൻ്റെ ഈ കഠിന പീഡകൾ 3 ദിവസങ്ങൾ കൂടിയേ നീളുകയുള്ളൂ. അതിനുശേഷം നിനക്ക് നിൻ്റെ ജീവിതവും ജീവനും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫിലോമിന വലിയ സന്തോഷത്താൽ നിറയുമ്പോഴും അവൾ കടന്നു പോകാനിരിക്കുന്ന വലിയ പീഡകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ നൽകുക. അവൾ ആ തടവറയിൽ വെച്ച് സ്വർഗത്തിൻ്റെ മകളായി തീരുകയും പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനെ ഈ ഫിലോമിനയ്ക്ക് സംരക്ഷണത്തിനായി നൽകുകയും ചെയ്തു. ഗബ്രിയേൽ എന്നാൽ ദൈവം ശക്തി ധരിപ്പിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ഫിലോമിന ആ തടവറയിൽ ദൈവത്താൽ ശക്തിപ്പെടുകയാണ്. അതിനുശേഷം നടന്നത് വലിയ പീഡനത്തിൻ്റെ പരമ്പരയാണ് എന്ന് ഈ വിശുദ്ധ ഈ 3 പേർക്കുമായി വെളിപ്പെടുത്തി കൊടുത്തു. അതിലെ ഒന്നാമതായി ഈ വിശുദ്ധയെ വസ്ത്രങ്ങൾ ഉരിഞ്ഞ് ഒരു തൂണോട് ചേർത്ത് കെട്ടി ഇവളെ ചാട്ട കൊണ്ട് അടിച്ചു എന്നാണ്. ഈ പീഡനത്തെ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ചില അടയാളങ്ങൾ
ഈ വിശുദ്ധയുടെ കല്ലറയോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവള് ദേഹത്ത് മുഴുവനും മുറിവ് പറ്റി വീണ്ടും ഈ തടവറയിലേക്ക് തള്ളപ്പെടുമ്പോൾ മാലാഖമാർ വന്ന് ഇവളെ സുഖപ്പെടുത്തി എന്നാണ് പറയുക. അതിനുശേഷം ഇവൾ സുഖപ്പെട്ടത് കണ്ടപ്പോൾ ഇവതോ മന്ത്രവാദിനിയാണ് എന്ന് രാജാവ് അവകാശപ്പെടുകയും ഇവളെ പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ജനമെല്ലാം കാണുക ടൈബർ നദിയിലേക്ക് ഒരു നങ്കൂരം കഴുത്തിൽ കെട്ടി കടലിലേക്ക് എറിയുകയാണ്, ഈ നദിയിലേക്ക് എറിയുക. എങ്കിലും അവിടെ നിന്ന് മാലാഖമാർ ഇവളെ ഉയർത്തി എന്നാണ് പറയുക. ഇത് കണ്ട് അനേകര് ക്രിസ്ത്യാനികളായി, അനേകർ വിശ്വാസം സ്വീകരിച്ചു. ഇതിനുശേഷം രാജാവ് വീണ്ടും ഭയങ്കരമായി കലിപൂണ്ട് ഇവളെ എങ്ങനെയെങ്കിലും കൊല ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ഇവൾക്കെതിരെ അമ്പെയ്ത് ഇവളെ കൊല ചെയ്യാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവൾക്കെതിരെ തീയമ്പുകൾ അയച്ചു. അമ്പുകൾ അയച്ച് ഇവൾ മരിക്കുന്നില്ല എന്ന് കണ്ട് ചുട്ടുപഴുപ്പിച്ച അമ്പുകൾ അയക്കുകയാണ്. എങ്കിലും ഈ അമ്പുകളൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ നേരെയാണ് തിരിഞ്ഞത് എന്നാണ് വിശുദ്ധ ഫിലോമിന വെളിപ്പെടുത്തുക. ഇതെല്ലാം കണ്ടു നിന്നവരെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. എന്നാൽ ഇതിൽ നിന്നെല്ലാം കോപം നിറഞ്ഞ രാജാവ് ഡയക്ലീഷ്യൻ വിശുദ്ധ ഫിലോമിനയുടെ കഴുത്തറുത്ത് കൊല ചെയ്യാനായി ആവശ്യപ്പെടുകയും അങ്ങനെ രക്തസാക്ഷിണിയാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ഇത് വിശുദ്ധ ഫിലോമിന വ്യക്തിപരമായി വെളിപ്പെടുത്തിയ സംഭവമാണ്. എന്നാൽ ഈ സംഭവത്തെ എല്ലാം സാധൂകരിക്കുന്ന അടയാളങ്ങൾ ആ കല്ലറയിൽ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഫിലോമിനയുടെ ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴുത്തിൽ ഒരു നങ്കൂരവും കയ്യിൽ അമ്പും ഒരു കുരുത്തോലയും അവളുടെ സൈഡിലായി ഒരു ചാട്ടയും എല്ലാം നമുക്ക് കാണാം. ഇതെല്ലാം അവളുടെ കല്ലറയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. ഇത് 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ ശേഷിപ്പുകളാണ് എന്ന് അവളുടെ അസ്ഥിയിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ തിരുസഭയ്ക്ക് സ്വകാര്യ വെളിപാടിലൂടെ ഈ വിശുദ്ധയുടെ ചരിത്രം ലഭ്യമാവുകയാണ്. തള്ളിക്കളയാൻ കഴിയാത്തതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുകയാണ്. എങ്കിലും സഭ പെട്ടെന്ന് ആരെയും വിശുദ്ധരാക്കുകയില്ല. അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ വേണം. വിശുദ്ധ ഫിലോമിന അനേകം വിശുദ്ധരെ സ്വാധീനിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. വിശുദ്ധ പാതിരപ്പിയ പറയുക, വിശുദ്ധ ഫിലോമിന സ്വർഗത്തിൽ സത്യമായും ഒരു ഷീസ് എ പ്രിൻസസ്, അവൾ സ്വർഗത്തിലെ ഒരു രാജകുമാരിയാണ്. അവളുടെ മാധ്യസ്ഥ ശക്തി അത്ര വലുതാണ് എന്ന് വിശുദ്ധ പാതിരപ്പിയ പറയുകയാണ്. ആരെങ്കിലും ഈ വിശുദ്ധ സ്വർഗത്തിൽ ഇല്ല എന്ന് കരുതുന്നെങ്കിൽ അത് പിശാചിനാൽ പ്രചോദിതമാണ് എന്ന് വിശുദ്ധൻ പറയുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഡാമിയൻ വിശുദ്ധ ഫിലോമിനയോട് ഭയങ്കര ഭക്തി ഉണ്ടായിരുന്നൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളി തന്നെ ഈ വിശുദ്ധയുടെ പേരിലാണ്. യൂറോപ്പിൽ, ഫ്രാൻസിൽ, അമേരിക്കയിൽ വിവിധ നാടുകളിലേക്ക് ഈ വിശുദ്ധയുടെ ഭക്തി ഇങ്ങനെ പ്രചരിക്കപ്പെടുകയാണ്.